നമ്മൾ കണി കാണിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എൻ്റെ ഉരുളിയൊക്കെ ഉണ്ട്. നമ്മൾ കണിക്കുള്ള ഉരുളിയും ബാക്കിയൊക്കെ സാധനങ്ങളൊക്കെ നമ്മുടെ ബാഗിലാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അവന്മാരവിടെ ഉണ്ടെന്നാണ് പറയണത്. ഇല്ലെങ്കിൽ ഒക്കത്തിനും വീട്ടിൽ പോയി പടക്കം പൊട്ടിച്ചിരിക്കുന്നു. ദൈവമേ ഗൈസ്, ഒരുത്തിനും എത്തിയിട്ടില്ല ഗൈസ്. ഇവിടെ പോയി അക്ഷയട്ടായി വന്നിട്ടുണ്ട്, അല്ലാണ്ട് വേറെ ആരും വന്നിട്ടില്ല. പോക്ക് നടക്കൂലായിരിക്കാൻ ചാൻസ് ഉണ്ട്. നോക്കാം. എൻ്റെ 1000 ഉണ്ട്. ഗൈസ്, വൻ പ്ലാനിങ് ഒക്കെ ഞങ്ങൾ കണ്ടപ്പോൾ ആ ഒരു ആവേശത്തിൽ കയറി സകല സാധനങ്ങളും വാങ്ങിച്ചു. ഞാൻ എന്നാലും കയറി വരാം, ഉറപ്പായിട്ടും വരും. 100% വരാം. കണിക്കൊന്ന, കൃഷ്ണൻ, ഉരുളി, വെള്ളരിക്ക, അതൊക്കെയോ കളി ആ സമയത്ത് വർക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വരാണ്ടിരി നിൽക്കരുത് കേട്ടോ. ഇപ്പോൾ പണിയിട്ടിരിക്കുകയാണ്. ഞങ്ങൾ 4 പേരുമല്ലാതെ ഹെൽത്തിൻ്റെ അകത്ത് വരണുണ്ട്. ഞങ്ങൾ 4 പേരും അല്ലാതെ വേറെ ഒരുത്തരും എത്തിയിട്ടില്ല. അതെ. ഇവിടെ ഒരു കുഞ്ഞമ്മൻ എന്ന് പറയുന്ന ഒരു മഹാനായ വ്യക്തി. ആ സമയത്ത് വർക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വരാണ്ടിരി നിൽക്കരുത് കേട്ടോ. ഗൈസ്, രാവിലെ 4 മണിക്കത്തെ കോതമംഗലം സ്റ്റാൻഡാണ് ഗൈസ് നിങ്ങൾ കാണുന്നത്. നല്ല രസം. ഇവിടെ ചേട്ടന്മാർ പത്രവും പേപ്പറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അവന്മാരവിടെയൊക്കെ ഉണ്ട് ചായയും കുടിച്ചോണ്ട്, അല്ല ചായ വാങ്ങിക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. നടക്കാൻ നല്ല രസം, അടിപൊളി. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചായ കുടിക്കാനൊക്കെ ഈ ടൈമിലും. നേരത്തെ വന്നിട്ടൊന്നുമില്ല, ഇങ്ങനെ വന്നെ. അടിപൊളിയായിട്ടുണ്ട്. ബാഗിൻ്റെ അകത്ത് മറ്റേ മറ്റേ സാധനം പടക്കം, കൃഷ്ണൻ്റെ വിഗ്രഹം, അതായത് മറ്റേ ഷോക്ക് ചെയ്യാൻ സാധനം, കളർ പേപ്പർ, റിബൺ, തുണി, പടക്കം എല്ലാം ഉണ്ട്. ഇനി പോലീസ് പിടിക്കുമെന്തോ. ബസ് സ്റ്റാൻഡിൽ ബോംബ് വെച്ചെന്നുണ്ട്. അവന്മാരിപ്പോൾ പറയണ്ടായ കാര്യം ഭഗവാനെ. ഗൈസ്, കാപ്പി കിട്ടി ഗൈസ്, 4 കാപ്പി. അത് ഒറ്റ മൈൻഡിലായിരുന്നില്ലേ?
മേരാ ദിൽ പ്യാർ കാ ദീവാന. എടാ, എന്നാ, നീ കളിച്ചോ. ഞാൻ എടുക്കണ മാത്രം എന്നോട് എങ്ങനെ ശരിക്കും പോരാ. എന്റെ മോൻ ഗൈസ്, നമ്മളപ്പോൾ പടക്കം പൊട്ടിക്കാൻ പോയതാണ് ഗൈസ്. 150 പൊട്ടിച്ചു ചേർക്കാൻ പോവാണ്. നമ്മുടെ കുഞ്ഞിച്ചേട്ടായി പടക്കം പൊട്ടിക്കുന്നു. വാടാ തടിയാ.